കോംപ്രമൈസിനുള്ള ശ്രമം. കുറച്ചവിടെ നിൽക്കട്ടെ. കട്ട് ചെയ്തല്ലോ. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാത്ത ഷെഡിന്നും കട്ട് ചെയ്തു. അനുവിന്റെ ഫോണിൽ നിന്ന് ട്രൈ ചെയ്താലോ? അനു, അനു, ആ വല്യേട്ടാ, ഇങ്ങോട്ട് വന്നേ. എന്തിനാ വല്യേട്ടാ വിളിച്ചത്? അതെ, നിന്റെ മൊബൈൽ ഒന്ന് എടുത്തിട്ട് വന്നേ. വല്യേട്ടനാരെങ്കിലും വിളിക്കാനാണോ? അതെ, എന്താ? കിട്ടില്ല വല്യേട്ടാ, അത് റീചാർജ് ചെയ്തിട്ട് കുറച്ചായി. ഞാൻ വല്യേട്ടനോട് 1-2 വട്ടം പറഞ്ഞതാ. ശരിയെന്ന് പറഞ്ഞതല്ലാതെ ചെയ്തില്ലല്ലോ. നീ ഫോൺ എടുത്തിട്ട് വാ, ഞാൻ റീചാർജ് ചെയ്ത് തരാം. ശരി, ഞാൻ എടുത്തിട്ട് വരാം. ഒരു 10 രൂപയ്ക്ക് റീചാർജ് ചെയ്താ പോരെ? വല്യേട്ടാ, വല്യേട്ടൻ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? വല്യേട്ടന്റെ ഫോൺ പോസ്റ്റ് പെയ്ഡ് ആയതുകൊണ്ട് അറിയാത്തതാ. മിനിമം 299 രൂപയ്ക്ക് ഇങ്ങനെ റീചാർജ് ചെയ്യണം, എങ്കിലേ ഔട്ട് ഗോയിങ് കിട്ടൂ. ശരി, ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം വിളിക്കേ. വല്യേട്ടന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? പിണക്കത്തിലാ? നീ പറഞ്ഞങ്ങോട്ട് ചെയ്. ഞാൻ വിളിക്കാം. പിന്നെ വിളിച്ചിട്ട് പറ, നിന്റെ വല്യേട്ടൻ ആകെ വിഷമത്തില, ആഹാരമൊന്നും കഴിക്കുന്നില്ല, ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കുന്നില്ല, എപ്പോഴും എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് നടക്കുന്നു എന്നൊക്കെ പറ. ഞങ്ങളൊക്കെ ടെൻഷനിലാന്നും പറ. ശരി വല്യേട്ട. ഫോണിൽ സ്പീക്കർ ഓൺ ചെയ്ത് വെക്കേ. ഹലോ അനു, എന്താ ഈ നേരത്ത്? ഒരു കാര്യം പറയാനാ ചേച്ചി. പറ അനു. വല്യേട്ടനെ കുറിച്ചാ. എന്തു പറ്റി നിന്റെ വല്യേട്ടന്? ചേട്ടനാകെ തകർന്നിരിക്കുവാ. ഓ, ആണോ? ഇന്ന് മുഴുവൻ ഒന്നും കഴിക്കാതെ റൂമിലങ്ങ് അടച്ചിരിക്കുവാ. ഞാൻ പലതവണ പോയി വിളിച്ചതാ, ഇരുന്നെടുത്ത് നനങ്ങുന്നില്ല. വല്യേട്ടനും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ വല്യേട്ടനാ പ്രശ്നം ഒക്കെ ഉണ്ടാക്കിയത്. ചേച്ചി ഒന്ന് വിളിച്ചാ പ്രശ്നം തീരില്ലേ? ഒന്ന് വിളിച്ചൂടെ വല്യേട്ടനെ? എന്റെ അച്ഛൻ പണം മോഷ്ടിച്ചുന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി വളരെ റഫായി പറഞ്ഞു നിന്റെ വല്യേട്ടൻ. അത് അത്ര വേഗം ഒന്നും മറക്കാനും പൊറുക്കാനും കഴിയില്ല. അത് നേരിട്ട് നിന്റെ വല്യേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ മനസ്സിൽ നിന്നും ഇതുവരെയും അതൊന്നും വിട്ടു പോയിട്ടുമില്ല. അതുകൊണ്ട് നിന്റെ വല്യേട്ടൻ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനൊന്നും പറയില്ലേ ചേച്ചി. അനു, നമ്മള് തമ്മിൽ നല്ലൊരു സൗഹൃദവും അടുപ്പവും ഉണ്ട്. നീ നിന്റെ വല്യേട്ടനെ സപ്പോർട്ട് ചെയ്ത് അതില്ലാതാക്കരുത്. ഞാൻ പറയുന്നതൊന്ന് കേക്ക് ചേച്ചി. കഴിഞ്ഞതൊക്കെ മറക്ക്. അങ്ങനെ പറയണോന്ന് നിന്റെ വല്യേട്ടൻ അവിടെ ഇരുന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഒക്കെ നിന്റെ വല്യേട്ടൻ കേട്ടല്ലോ. നന്നായി, മതി. ഇനി ഞാൻ കട്ട് ചെയ്തേക്കാം. ചേച്ചി ഫോൺ കട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും വല്യേട്ടാ? ഇനി ഒന്നും ചെയ്യാനില്ല, നീ പൊയ്ക്കോ. താങ്ക്സ് വല്യേട്ടാ. എന്തിന്? അവളുടെ ശകാരൊക്കെ എന്നെ കേൾപ്പ് ചെയ്യണം? അല്ല, 299 രൂപയ്ക്ക് റീചാർജ് ചെയ്തില്ലേ? പൊയ്ക്കോ. കാര്യമൊന്നും നടന്നതുമില്ല, എന്റെ 299 രൂപ പോവുകയും ചെയ്തു. വേറൊരു വഴി ട്രൈ ചെയ്ത് നോക്കാം. എന്റെ അനിയത്തെ വിളിച്ചപ്പോ ഉണ്ടായ നിന്റെ ആക്രോശം ഞാൻ കേട്ടല്ലോ. ഇനി നിന്റെ അനിയത്തെ ഞാൻ വിളിച്ചാലോ? ഹംസദൂതിന് വേണ്ടിയുള്ള വിളിയാണല്ലോ. എന്താ ചേട്ടാ ഈ നേരത്ത്? പഠിക്കാവല്ലേ. ഈ നേരത്തെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. അത് സാരമില്ല ചേട്ടാ. സാരമില്ലെന്ന് പറയല്ലേ, പഠിപ്പ് പ്രധാനം തന്നെയാ. എന്റെ പഠിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ലല്ലോ ഇപ്പൊ വിളിച്ചത്. ചേച്ചിയുമായി സംസാരിക്കണോ അല്ലേ? അതെ ഗോപിക, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചേച്ചി, ദേ ഹരിച്ചേട്ടൻ വിളിക്കുന്നു. ഇപ്പൊ തന്നെ അനുസരെ കൊണ്ട് വിളിപ്പിച്ചതേ ഉള്ളൂ.
കാത് നിറച്ചു കൊടുത്തതാ ഞാൻ. അത് പോരാഞ്ഞിട്ടാവും ഇപ്പൊ നിന്നെ വിളിച്ചത്. കൊടുത്തേക്കാം. അയ്യോ ചേച്ചി, ചേട്ടനോടുള്ള ദേഷ്യത്തെ എന്റെ ഫോൺ അറിഞ്ഞ് ഉടയ്ക്കല്ലേ. ദാ ഇനി ഇവിടെ നിന്ന ഉറപ്പായി ഞാൻ തറയിലെറിഞ്ഞു പൊട്ടിക്കും. പേടിയുണ്ടെങ്കിലേ ഇതും കൊണ്ട് പൊക്കോ. ദ കസ്റ്റമർ യു ഹാവ് കോൾഡ് ഈസ് ടോട്ടലി ഔട്ട് ഓഫ് മൈൻഡ്. നിങ്ങൾ ഇപ്പോൾ വിളിച്ച സബ്സ്ക്രൈബർ താൽക്കാലികമായി കട്ടക്കലിപ്പിലാണ്. അപ്രതീക്ഷിത ഒരു കോള് വരുന്നു. സാക്ഷാൽ ആതിരാണല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. ആ പറ ആതിരെ. എന്താ നിങ്ങളുടെ മനസ്സിലെ വിചാരം? ഒരു വിചാരമില്ല ആതിരെ. എന്റെ മനസ്സ് ശൂന്യാകാശം പോലെ ശുദ്ധ ശൂന്യ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. ആതിരയ്ക്ക് മനസ്സിലാവില്ലെന്ന് കരുതാൻ മാത്രം അത്രയ്ക്ക് ബുദ്ധൂസാണോ ഞാൻ? ആദ്യം അനുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നു, പിന്നെ ഗോപികയെ വിളിക്കുന്നു. അതൊക്കെ എന്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ ക്ഷമിച്ചിട്ടില്ല. എന്റെ അച്ഛനെ അപമാനിച്ച കാര്യം മറന്നിട്ടുമില്ല. ആതിരയുടെ അച്ഛന്റെ കാല് പിടിച്ചല്ലോ ഞാൻ. അങ്കിൾ എന്നോട് ക്ഷമിച്ചല്ലോ. അച്ഛൻ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞോ? ഈ ശൂന്യ മനസ്സിൽ അത് പതിഞ്ഞില്ലല്ലോ ആതിരെ. എന്നാ ഇപ്പൊ അതങ്ങ് പതിഞ്ഞോട്ടെ. കല്ലിൽ കൊത്തി വെച്ചതുപോലെ അതവിടെ കിടക്കട്ടെ. അത് തൂത്തുകളയാൻ ഇനി എത്ര മണിക്കൂറുകൾ വേണ്ടിവരും? അതിപ്പോ പറയാൻ പറ്റില്ല. എന്റെ ദേഷ്യം മാറുന്നത് വരെ എന്നെയോ ഇവിടുത്തെ മറ്റാരെങ്കിലോ ഫോൺ വിളിച്ച് ശല്യം ചെയ്യാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ദേഷ്യം കുറയുമ്പോ എനിക്കൊരു SMS അയച്ചേക്കാവോ? ഒന്ന് ഫോൺ ചെയ്യാനായിരുന്നു, ചിലത് പറയണമായിരുന്നു. അധികം സ്മാർട്ട് ആവല്ലേ. ഇങ്ങനെ പോയാ ഈ കല്യാണം വരെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത്തരം കടുകയൊന്നും ചെയ്യില്ല അതിരെ. അങ്ങനെ എങ്ങനെ സംഭവിച്ച ഈ ജന്മം മുഴുവൻ ഞാൻ ബാച്ചിലറായി ജീവിക്കേണ്ടി വരും. അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ഉണ്ടാവും. ഇനി മേലെ ഞാൻ ഫോൺ കൈ കൊണ്ട് തൊടില്ല. കാലുകൊണ്ടും തൊടരുത്. ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. ശരി, ബൈ. കൈ കൊണ്ടും കാലുകൊണ്ടും തുടരുത്. അപ്പൊ ഒരു വോയിസ് മെസ്സേജ് അയച്ചേക്കാം. സോറി ആതിര. വെരി 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 സോറി.